ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. നമ്മൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല, നാം ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ പറയുകയാണ്. നാം പ്രാർത്ഥനയോട്, അപേക്ഷയോട് നന്ദി കരയറ്റണം. അതായത്, എനിക്ക് വേണ്ടി കർത്താവെ, ഞാൻ ഇങ്ങനൊരു വിഷയം ഭാരപ്പെടുന്നു, എനിക്കതിൻ്റെ മേൽ ഒരു ഐഡിയ ഇല്ല, എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് എനിക്കറിയത്തില്ല, പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നീ എന്നെ നടത്തിയത് കൊണ്ട് നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. നീ എനിക്കിതിൻ്റെ മേലൊരു പരിഹാരം, ഒരു വഴി തുറന്നു തരുന്നതിനാ നന്ദി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്തരം സകല ബുദ്ധിയും കവിയുന്നു ഒരു സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരും. ആദ്യം ദൈവം വിഷയത്തിന് മറുപടി തരികയല്ല, ആദ്യം നമ്മുടെ ഹൃദയത്തിൽ അത് സംഭവിച്ചു എന്നുള്ള ഒരു വിശ്വാസം തരും. ഉദാഹരണം പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുന്ന ലഭിച്ചുവെന്ന്. അത് ലഭിച്ചു കഴിഞ്ഞു, എനിക്കതിന് മറുപടി ലഭിച്ചു കഴിഞ്ഞു. അന്നേരം നിങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ആ സമാധാനവും വിളിച്ചു പറയും, കാര്യങ്ങൾ നടന്നു. അതാണ് നിങ്ങളുടെ വിടുതൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിനകത്തായിരിക്കണം പരിവർത്തനം ഉണ്ടാകട്ടെ. ആദ്യം നമ്മളിൽ മാറ്റം വരണം. ആദ്യമേ നമ്മളൊരു സാമ്പത്തിക വിഷയത്തിന് പ്രാർത്ഥിക്കും, ഒരു സൗഖ്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ദൈവം അത് ചെയ്യുകയല്ല, ചെയ്യും ദൈവം. ആദ്യം നമ്മുടെ ഹൃദയത്തോടെ ദൈവം ഇടപെടും. നാം വിശ്വസിക്കുന്നുണ്ടോ? നാം ദൈവകാര്യങ്ങളെ കൈമാറിയോ? അതിലൂടെയുള്ള സമാധാനം നാം സ്വീകരിച്ചോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ ആ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം നമ്മളിൽ വരുമ്പോൾ, നാം ലഭിച്ചു എന്ന പോലെ, അത് നൽകപ്പെട്ടു എന്ന പോലെ നാം നടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. അതാണ് ആ വചനത്തിൻ്റെ സത്യം. ആ സമാധാനം ചിലപ്പോൾ അത് കഴിഞ്ഞ് 2-3 മാസം പോകുന്ന, ചിലപ്പോൾ 1 വർഷം പോകാതിരിക്കും. പക്ഷെ ആ സമാധാനം നമ്മുടെ അനുഗ്രഹത്തെ കൊണ്ടുവരും. കാരണം നിങ്ങളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുകയാണ്. നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു, അദൃശ്യനായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ അവൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.